നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ സെയ്ഫ് അലിഖാന് വീട്ടിൽ വെച്ച് ഗുരുതരമായി കുത്തേറ്റ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ബംഗ്ലാദേശ് സ്വദേശിയെന്ന് പോലീസ് പറയുമ്പോൾ സംശയം പലവിധം. മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹസാദ് എന്നാണ് പിടിയിലായ പ്രതിയുടെ പേര്. വിജയദാസ് എന്ന വ്യാജ പേരിലാണ് ഇയാൾ മുംബൈയിൽ കഴിഞ്ഞിരുന്നതെന്ന് ഡിസിപി ദീക്ഷിത് ഗദാം അറിയിച്ചു. പ്രതി ആരെന്ന് സ്ഥിരീകരിക്കാൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ഇയാളെ കുറിച്ച് വിശദ അന്വേഷണം നടത്തും. ബംഗ്ലാദേശിയെ പോലീസ് പിടിക്കുമ്പോൾ ബോളിവുഡ് സിനിമാ ലോകത്തിന് മോഷണവാദം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ബോളിവുഡ് ആകെ ഞെട്ടലാണ്. താരങ്ങൾ മുംബൈയിൽ സുരക്ഷിതരാണോ എന്ന സംശയമാണ് സെയ്ഫ് അലിഖാൻ നേരെയുള്ള ആക്രമണം ഉയർത്തുന്ന പ്രധാന ചർച്ചാ വിഷയം. പ്രതിയെ അറസ്റ്റ് ചെയ്യാനായത് മുംബൈ പോലീസിന് ആശ്വാസമാണ്. സെയ്ഫ് അലിഖാനെ ആക്രമിച്ച പ്രതി 30 വയസ്സുകാരനായ ബംഗ്ലാദേശ് പൗരനാണെന്നാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നത്. പേരുമാറ്റി അനധികൃതമായാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നത്. നിലവിൽ വിജയദാസ് എന്ന പേരിലാണ് താമസം. 56 മാസം മുമ്പ് തന്നെ മുംബൈയിൽ വന്നുപോയിരുന്നു. സെയ്ഫിന്റെ വീട്ടിലെ അതിക്രമത്തിന് ഏതാനും ദിവസം മുമ്പാണ് വീണ്ടും എത്തിയത്. ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലായിരുന്നു ജോലി. ഡിസിപി ദീക്ഷിത് ഗദാം വ്യക്തമാക്കി. മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇയാൾ സെയ്ഫിന്റെ വീട്ടിൽ കയറിയത്. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. തുടർ അന്വേഷണത്തിലെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ആദ്യമായാണ് ഇയാൾ സെയ്ഫിന്റെ വീട്ടിൽ കയറിയതെന്നാണ് നിഗമനം. പാസ്പോർട്ട് നിയമത്തിലെ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തും. ഇതാണ് പോലീസ് വിശദീകരണം. എന്നാൽ ഈ വിശദീകരണത്തിൽ തന്നെ പ്രശ്നമുണ്ട്. വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു സെയ്ഫ് അലിഖാന്റെ വീട്ടിലെ ആക്രമണം എന്നാണ് ഉയരുന്ന സംശയം. എന്നാൽ പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നുമില്ല. പേരുമാറ്റി പറഞ്ഞാണ് താമസിപ്പിച്ചിരുന്നത്. അനധികൃത കുടിയേറ്റമാണ്. ഇതിനൊപ്പം മുംബൈയിൽ എത്തിയത് ഏതാനും ദിവസം മുമ്പ്. വ്യക്തമായ പ്ലാനിംഗ് ഇക്കാര്യത്തിൽ എവിടെയോ നടന്നുവെന്ന സംശയമാണ് ഈ വാദങ്ങൾ ഉയർത്തുന്നത്. ബംഗ്ലാദേശിലും മറ്റു വേരുകളുള്ള അധോലോക സംഘങ്ങളുടെയും ഇക്കാര്യത്തിൽ പോലീസ് സംശയിക്കുന്നുണ്ട്. ബോളിവുഡ് നടന്മാരെ ശത്രുക്കളായി കാണുന്ന ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന് ബംഗ്ലാദേശിലും വേരുകളുണ്ട്. അതെല്ലാം ഈ കേസിൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. സൽമാൻ ഖാനെതിരായ ആക്രമണ ശ്രമങ്ങൾക്ക് പിന്നിൽ ലോറൻസ് ബിഷ്ണോയുടെ അനുയായികളാണ്. താനെയിലെ ഹിര നന്ദാനി എസ്റ്റേറ്റിലെ മെട്രോ നിർമ്മാണ സ്ഥലത്തിന് സമീപത്തെ ലേബർ ക്യാമ്പിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെയാണ് പ്രതിയെ പിടികൂടിയത്. ബിജെ എന്ന മുഹമ്മദ് അലിയാൻ എന്നാണ് പ്രതിയുടെ പേരായി പോലീസ് ആദ്യം പുറത്തുവിട്ടത്. ബാദ്രയിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. പിന്നീട് യഥാർത്ഥ പേരും പറഞ്ഞു. കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അയാൾ വീട്ടിൽ കയറിയത്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രതി ബംഗ്ലാദേശിയാണെന്ന് അനുമാനിക്കാൻ പ്രാഥമിക തെളിവുകൾ ഉണ്ടെന്നും ഇയാളുടെ കൈവശം സാധുവായ ഇന്ത്യൻ രേഖകൾ ഒന്നുമില്ലെന്നും മുംബൈ സോൺ 9 ഡിസിപി ദീക്ഷിത് ഗദാം പറഞ്ഞു. ഇയാൾ ബംഗ്ലാദേശി പൗരനാണെന്ന് സൂചിപ്പിക്കുന്ന ചിലത് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ പ്രതി ബംഗ്ലാദേശിയാണെന്നും തെളിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ സംഘങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. നിലവിൽ ഇയാൾ ജോലി ചെയ്തിരുന്ന മെട്രോ നിർമ്മാണ തൊഴിലാളികൾക്കൊപ്പമായിരുന്നു. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് മാത്രമാണ് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ.